നമ്മളൊരു റെഫറൽ സിസ്റ്റം വാസ്തവത്തിലുണ്ട്. റെഫറൽ സിസ്റ്റം നന്നായി നടക്കണമെങ്കിൽ ഒരു റെഫറൽ സിസ്റ്റത്തിനകത്തിൻ്റെ ഒരു യൂണിറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്, അതിന് മുകളിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ആശുപത്രിയിലേക്ക് പോവാം. പക്ഷേ ഒരു കാര്യങ്ങൾ നമ്മൾ ഡെങ്കു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാലോ, ഇല്ലെങ്കിൽ മലേറിയ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ഇല്ലാതെ, അപ്പോൾ അവിടെ ചികിത്സിക്കണമെന്ന് നമ്മൾ റെഫറൽ സിസ്റ്റത്തിനകത്ത് എഴുതി വെച്ചാൽ പോലും അത് ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ആ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആൾ അവിടെ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ലാബ് സംവിധാനം ഇല്ലെങ്കിൽ പറ്റില്ല, എക്സ്റേ ഇല്ലെങ്കിൽ പറ്റത്തില്ല, ICU ഇല്ലെങ്കിൽ പറ്റത്തില്ല. റെഫർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ റെഫറൽ സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും എളുപ്പം സംഭവിച്ചതെന്നാണ്, റെഫർ ചെയ്യാനുള്ള കാരണങ്ങൾ വളരെ സുലഭമായി മാറി. മറ്റത് ആർക്കെങ്കിലുമൊക്കെ റെഫർ ചെയ്യാൻ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന സാധനമില്ല, ലാബില്ല എന്ന് പറയാൻ എളുപ്പമാണ്, കാരണം ലാബില്ല. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ റെഫറൽ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ഇത് ചിലവുണ്ട് ഉള്ളതാണ്. ഈ ലാബ് മാത്രമല്ല, ലാബ് ടെക്നീഷ്യൻ വേണ്ടി വരും, എക്സ്റേ ടെക്നീഷ്യൻ വേണ്ടി വരും, ECG ടെക്നീഷ്യൻ വേണ്ടി വരും. ഇതെല്ലാം ഈ HR-നകത്ത് നമ്മൾ പ്രത്യേകിച്ച് ആളുകൾക്കകത്ത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനകത്ത് വളരെയധികം കുറവുണ്ട്. അത് ചരിത്രപരമായി നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇതൊരു വേറൊരു എക്സ്പെൻസ് ആണല്ലോ. ബഡ്ജറ്റിനകത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ ഓൺ ടൈം എക്സ്പെൻഡിച്ചർ മതി. ഒരു കിഫ്ബി അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൻ്റെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആശുപത്രി നല്ല സംവിധാനമാക്കി മാറ്റാം. പക്ഷേ അത് റൺ ചെയ്യാനായിട്ട് ആൾ വേണം. ഈ ആൾ നമ്മൾക്കൊരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല. കാരണം അത് ഉണ്ടാക്കാൻ പോയി ഇതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. നമ്മുടെ സമൂഹം മൊത്തമായി തന്നെ ആരായാലും നമ്മൾ ഈ കെട്ടിടം പണിയുന്നതിലും ബാക്കി സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനകത്തും നമുക്ക് ഈ പറയുന്ന പൈസ ചിലവാക്കും. പക്ഷേ അത് സ്ഥിരമായി റൺ ചെയ്യാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ട് ഒക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. അത് നമ്മളൊരു രീതിയായി പോയി എന്നുള്ളതാണ്. മറ്റു പല സ്ഥലത്തും രാജ്യങ്ങളിലൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്ഥിരമായി റൺ ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സും അടക്കം അതിനകത്ത് ബഡ്ജറ്ററി അലോക്കേഷൻ വെച്ചാൽ കൊണ്ട് മാത്രമേ അത് പണിയാനുള്ള അനുവാദം കൊടുക്കാറുള്ളൂ. ഒരു കെട്ടിടം പണിയാൻ പറഞ്ഞിട്ട് ഇന്ന സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ, കാത്ത് ലാബ് ഉണ്ടാക്കുകയാണെങ്കിൽ, കാത്ത് ലാബിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫും കൂടെ ഈ ബഡ്ജറ്റിൽ അലോക്കേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാത്ത് ലാബ് വാങ്ങിക്കുകയുള്ളൂ. നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ കാത്ത് ലാബ് ആദ്യം വാങ്ങിക്കും, പിന്നെ അത് എങ്ങനെയെങ്കിലും നടത്തണമെന്നുള്ളത് അവിടുത്തെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയോ മറ്റോ ഒക്കെ ഇരുന്ന് ആലോചിച്ച് ഒരു അഡ്ഹോക്കായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സംവിധാനമല്ല, എങ്ങനെയെങ്കിലും ഏച്ച് കെട്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അത് കാലക്രമത്തിൽ ഫെയിൽ ചെയ്തു പോവുകയും റിപ്പയർ ചെയ്യാനുള്ള പൈസ ഇല്ലാതാവുമ്പോൾ ആ യന്ത്രം തകരാറായി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് നോക്കിയിട്ട് അത് ചെയ്യാനുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫെയിൽ ചെയ്തു പോകുന്നത്. പൊതുവേ നമ്മൾ രണ്ട് കാര്യത്തിലെങ്കിലും നമുക്കൊരു കേരളത്തിലെ സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്രക്സ് ഇതാണ്. അതായത് നമ്മൾ 70% നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബഡ്ജറ്റ്, ഇപ്രാവശ്യത്തെ ആരോഗ്യ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 2000 കോടി മുതൽ ഏകദേശം 3000 കോടിയാണ്. മിക്കവാറും നമ്മുടെ ബഡ്ജറ്റിൽ ഹെൽത്തിൽ അലോക്കേഷൻ നിൽക്കുന്നത് 2000 മുതൽ 3000 കോടിയാണ്. അത് ഉപയോഗിക്കുന്നത് 30% ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. 70% ആൾക്കാരും ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളാണ്. അവിടുത്തെ ചിലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയുടെ ചിലവിനെക്കാട്ടി ഒരു 10 ഇരട്ടിയെങ്കിലും മിനിമം കൂടുതലുള്ളതാണ്. ഉദാഹരണം എനിക്കിപ്പോൾ നിരവധി കാര്യങ്ങൾ പറയാൻ പറ്റും. സാധാരണ മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ കയ്യിൽ 2 എല്ലും പൊട്ടിക്കഴിഞ്ഞാൽ പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം, ഒരു ശസ്ത്രക്രിയ അന്ന് ചെയ്ത് പോകുന്നതിനകത്ത് മെഡിക്കൽ കോളേജിൽ ഹാർഡ്ലി ഇംപ്ലാന്റ് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലും ഈ പറഞ്ഞ ഇൻഷുറൻസിലുണ്ട്, ഒരു 5000 രൂപ ചിലവാകുമായിരിക്കും. പക്ഷേ ഇതേ ശസ്ത്രക്രിയക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷമാണ് ചിലവാകുന്നത്. അപ്പോൾ എത്ര ഇരട്ടിയാണ് നമുക്ക് മനസ്സിലാവും. ഏകദേശം 20, 25 ഇരട്ടിയോ 30 ഇരട്ടിയോ ഒക്കെ ആവും. അത്രയും പൈസ നമ്മൾ ഇതിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാലോ അതിൻ്റെ തോത് കൂടുകയാണ്. വലിയ എമൗണ്ടിലേക്കാണ് എത്തുന്നത്. 5 ലക്ഷം 10 ലക്ഷം ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ അതിനെക്കാളും കൂടുതൽ പൈസ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഈ പൈസ നമ്മൾ ഏകദേശം കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികളിൽ കേരള ജനത ചിലവാക്കുന്ന പൈസ എടുത്തു കഴിഞ്ഞാൽ ഈ 2000-3000 കോടി എന്ന് പറയുന്നതിൻ്റെ ഏകദേശം ഒരു 10-15 ഇരട്ടി ആണ്. കാരണം നമ്മളവിടെ ഇവിടെ ചിലവാകുന്ന പൈസ കുറവാണ്, അവിടെ 10 ഇരട്ടിയാണ് കൂടുതൽ, അവിടെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ കേരള ജനത മൊത്തമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 3000 കോടിക്ക് നമ്മൾ സർക്കാർ ആശുപത്രി ചിലവാക്കുമ്പോൾ
നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഏകദേശം 30,000 കോടിയെങ്കിലും നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു മണ്ടൻ ജനതയായിട്ട് നമ്മൾ മാറുകയാണ്. ഈ പൈസ 30,000 കോടി എന്ന് പറയുന്ന പൈസയുടെ വലിയൊരു ഒരു പറയുന്ന 10-1 ഇല്ലെങ്കിൽ ഈ പറയുന്ന 20% നമുക്ക് സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന മാനേജ്മെൻറ്റിനും ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനും വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും. പക്ഷെ അത് എവിടെ നിന്ന് കണ്ടെത്തണമെന്നുള്ളതാണ്. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഒരു മാനദണ്ഡമായി എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു അസുഖം സർക്കാർ ആശുപത്രികളിൽ വരുന്ന ആൾക്കാരിൽ നിന്നല്ല അത് പിരിക്കേണ്ടത്. പൊതുജനങ്ങൾ മൊത്തമായി ഇതിനെ പിരിക്കേണ്ടതാണ്. പൈസയുള്ളവരിൽ നിന്ന് കൂടുതൽ പിരിക്കുകയും പൈസ ഇല്ലാത്തവരിൽ നിന്ന് കുറച്ച് പിരിക്കുകയും തന്നെ ചെയ്യണം. അസുഖം ഉള്ളപ്പോൾ ഇവിടെ വാങ്ങിക്കാനും പാടില്ല. അല്ലാതെ ആശുപത്രിയിൽ വരുന്നവരിൽ നിന്നും പിരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് അവിടെ വരുന്നത്. അവർ ചികിത്സ നടത്തുമ്പോൾ കൂടുതൽ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡിസ്ക്രിമിനേഷനാണ്, ബാലൻസ് ഡിസ്ക്രിമിനേഷനാണ്. അതിന് പകരം ഈ പറയുന്ന നമ്മൾ ചിലവാക്കുന്ന പൈസ ഈ 30,000 കോടിയിൽ നിന്ന് ഒരു 20% ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെയധികം നന്നാക്കാൻ പറ്റും. ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകുലത ഇതിനകത്ത് നിൽക്കുന്നത് ഈ പൈസ നമ്മൾ പിരിച്ചു, ഇപ്പോൾ സെസ്സായിട്ടോ അല്ലെങ്കിൽ ടാക്സ് ആയിട്ടോ വേറെ എന്തെങ്കിലും രീതിയായിട്ട് നമുക്ക് പിരിക്കാൻ കഴിഞ്ഞു. അത് നേരെ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആകുലത പൊതുവായിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്തോ 1-2 സ്ഥലത്തോ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ജനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൈലറ്റ് പ്രോജക്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുതിയ മോഡൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഴിയും. പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആശുപത്രികളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന മാനേജ്മെൻറ്റിൽ അഡ്മിനിസ്ട്രേഷനിൽ അത്രയ്ക്ക് വലിയ ട്രെയിനിങ് ഉള്ള ആൾക്കാരൊന്നുമല്ല. പ്രത്യേകിച്ച് ഹെൽത്ത് സർവീസിൻ്റെ കാര്യം മെച്ചമാണ്. കാരണം ഇപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജുകൾക്കകത്ത് അങ്ങനെയല്ല. മറ്റ് ആശുപത്രികളെന്ന് തോന്നുന്നു വലിയ ആശുപത്രികൾ, ഏറ്റവും വലിയ ആശുപത്രികളാണ് മെഡിക്കൽ കോളേജ്. അവിടെയൊക്കെ അത് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന മെഡിക്കൽ മേഖലയിൽ മാത്രം വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ്. അത് പാർട്ട് ടൈമാണ്, ഈ ഫുൾ ടൈം അല്ല. ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാരോ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരോ ആരും ഒരു ഫുൾ ടൈം പോലും അല്ല. ഒരു പാർട്ട് ടൈം ഉള്ള ആൾക്കാരാണ് വാസ്തവത്തിൽ അത് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അപര്യാപ്ത ഭയങ്കരമാണ്. കാരണം ഒന്നും പഠിച്ചിട്ടില്ല, സമയവും കുറവ്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വലിയൊരു സയൻസാണ്. ഈ പറഞ്ഞ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി നോക്കുക, അതിൻ്റെ ഉപയോഗം കൃത്യമാണെന്ന് പരിശോധിച്ച് നോക്കുക, അത് റീചെക്ക് ചെയ്യുക, ക്വാളിറ്റി ഉറപ്പുവരുത്തുക, എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കുക, ഈ കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, പോസ്റ്റിംഗ് ഈ പറഞ്ഞ ചെയ്യുന്നവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ആധുനികമായിട്ടുള്ള പല പരിപാടികളുണ്ട്. പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നവർ. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു സയൻസായിട്ട് പഠിച്ചിട്ട് വരുന്ന ഒരു കേഡർ വേണ്ടി വരും. അത് ഡോക്ടർമാരും ആവാം, ബാക്കി എല്ലാം ആരും ആവാം. പക്ഷെ അത് പഠിക്കണം എന്നുള്ളതാണ്. അവർ ഫുൾ ടൈം ജോലി ചെയ്യണമെന്ന്. ഇപ്പോൾ ശ്രീധരയിൽ പോലും ഉണ്ട്. ശ്രീധരയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങാണ്. 10-25 പേരുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങാണ്. ആ ഒരു ചെറിയ ഒരു ശ്രീധര മെഡിക്കൽ കോളേജ് കമ്പയറബിൾ അല്ല. ഇപ്പം 3000 ബെഡുള്ള ആശുപത്രിയാണ് നമ്മുടെ. അവിടെ കൂടി പോയി 300-400 ബെഡുണ്ടാവും. 3000 ബെഡുള്ള തറയെ കിടക്കുന്ന രോഗികളിലുള്ള മെഡിക്കൽ കോളേജ് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ല. പക്ഷെ അവിടെയാണെങ്കിൽ അത് ഗവൺമെൻറ്റാണ്. അവിടെ 25-30 പേരൊക്കെയാണുള്ളത്.